എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് തമിഴ്നാട് തിരുനെൽവേലി നാങ്കുനേരിക്ക് അടുത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു തലയണൈ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് കളക്കാട് ടൈഗർ റിസർവിനകത്താണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ ഇന്ന് അധികം ഇൻട്രോ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ, ഇത് ഭീകരമായ റൂട്ടാണ്. ഭീകരം എന്ന് പറഞ്ഞാൽ അത് നമുക്കങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഫീൽ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഫ്രണ്ടിലോട്ടൊന്ന് കാണിച്ചേ. അല്ല, ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ ഈ റോഡ്. ഈ റോഡിനകത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സഹ്യപർവ്വതം കാണാം. കണ്ടോ? നമ്മളിവിടെ ഇവിടെ വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ നാഗർകോവിൽ തിരുനെൽവേലി റൂട്ടിൽ നാങ്കുനേരിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് വരേണ്ടത്, ഈ തലയണൈ വാട്ടർഫാൾസിൽ വരാൻ വേണ്ടി. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി നിർത്തി കൊടുത്ത് മാത്രമേ പോകാൻ പറ്റൂ. അത്ര വീതി ഈ റോഡിനുള്ളൂ. ഈ മരവും കണ്ടോ, എന്ത് പഴക്കമുള്ള മരമായിരിക്കും അല്ലേ, എന്ത് പ്രായമുള്ള മരമായിരിക്കും. ആൽമരമാണ്. പേടിയാണ്, നല്ല ഭംഗിയല്ലേ, എന്ത് പേടിക്കുന്നത്. ഓ, ഈ മരം നോക്കി ഇങ്ങനെ ഉണങ്ങിയിരിക്കണണ്ട. റോഡ് നല്ല മോശമായിട്ടുണ്ട്, നല്ല കാട്ടുവഴി ആയിട്ടുണ്ട്. ഇവിടെ ഒതുക്കി നിർത്താം. ഒരു എൽബോർഡാണ്, പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്ക് നമ്മൾ നല്ല പ്രിഫറൻസ് കൊടുക്കണം. ആണ് പയ്യെ പഠിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. ആ തമിഴിൽ ബോർഡ് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് പറഞ്ഞൂടാ. അവിടെ നിന്ന് ഈ ലെഫ്റ്റിലോട്ട് ഭംഗി ഒരു വഴിയുണ്ട്, നമുക്ക് തിരിച്ചു വരുമ്പോ പോയി നോക്കാം. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലുള്ള മെയിൻ പ്രശ്നമേ ഇംഗ്ലീഷിൽ ഒന്നും എഴുതൂല അവര്, എല്ലാം തമിഴിൽ മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ പടം കണ്ട് ഇങ്ങനെ പോകാന്നേ ഉള്ളൂ, ഞാനൊന്നും അറിയില്ല. ഇനി മല കയറേണ്ടി വരുമോ? അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടപ്പോ നല്ല രസമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങോട്ട് കയറാന്ന് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര രസമുള്ള റൂട്ട് കേട്ടാ. ഓ, മല നോക്ക്. എത്തിയാ? ഓ, നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞു. എത്തിയാ? ഇല്ലല്ല, ഇത് കളക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ്. അതിനകത്ത് പോകണ്ടേ? ഇതിനകത്ത് പോണം. നമ്മുടെ അടുത്ത് വണ്ടി ഒതുക്കി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് പാസ് എടുക്കണമെന്ന് തോന്നുന്നു കേട്ടാ. അപ്പൊ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ. ചെക്കിങ് കഴിഞ്ഞു. ചെക്കിങ് കഴിഞ്ഞു. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും അകത്തോട്ട് അലൗഡ് അല്ല. അപ്പോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈവൻ ചോക്ലേറ്റ്സ് പോലും അകത്ത് കൊണ്ടുപോകാൻ പറ്റൂല. അവിടെ അപ്പുറത്താണ് ഇവരുടെ ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മൾ വെച്ചിട്ട് പോകണം. തിരിച്ചു വരുമ്പോൾ എടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി തന്നിട്ടുണ്ട്. തമിഴിലാണ്ടൊന്നും പറഞ്ഞില്ല, മൊബൈൽ നമ്പർ മാത്രം അറിയാം. എന്തൊക്കെ ഡീറ്റെയിൽസ് എവിടെ നിന്ന് വരുന്നു എന്താണ് സംഭവം എന്നൊക്കെയാണ് ചോദിച്ചത്. ഇവിടെ ഒരു ടൈഗറിന്റെ സ്റ്റാച്ചു ഉണ്ട്. വലിയവരെത്ര, കുട്ടിയെത്ര. ഇതാണ് ചെക്ക് പോസ്റ്റ്. കളക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ് അല്ലേ? ഇത് ബാലൻസ് ഒന്ന് വെച്ചോ. ഭയങ്കര ഒരു കോമഡി നടന്നു അവിടെ. 290 ആണ് അവിടെ ചാർജ് വന്നത്. ഞാനിങ്ങനെ 290 അപ്പൊ അവര് പറയുന്നത് അഡൽട്ടിന് 40 റുപ്പീസ്, ചൈൽഡിന് 20 റുപ്പീസ്. കാറിന് എത്ര? 50 റുപ്പീസ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. 50, 40, 80, 100, 150 രൂപയല്ലേ വരുള്ളൂ. 290. അവസാനം നോക്കിയപ്പോ 160 ഒരു എമൗണ്ട് കിടക്കുന്നത്. ചൈൽഡ് 20 × 8. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 160 എന്താണ് സാർ? 8 ചൈൽഡ് ഇருக்கு. സംഭവം അപ്പുറത്ത് താഴ്ന്ന് അവന്മാര് ചെക്ക് ചെയ്തില്ലേ? അപ്പൊ അവൻ എന്റെ അടുത്ത് ചോദിച്ചു, ചൈൽഡ് എവളോ, ഏജ് എവളോ എന്ന് ചോദിച്ചു. ഞാൻ 8 എന്ന് പറഞ്ഞു.
അപ്പൊ അവ അതിനകത്ത് 8 എന്ന് എഴുതി വെച്ചു. അപ്പൊ ഇവര് വിചാരിച്ച് 8 കുട്ടികളുണ്ടെന്ന്. അങ്ങനെ അത് നോക്കിക്കൊണ്ട് 140 രൂപ തിരിച്ചു കിട്ടി. അപ്പൊ നമുക്ക് 20 രൂപയും വലിയ ആൾക്ക് 40 രൂപയും വണ്ടിക്ക് 50 രൂപയും. നമുക്ക് കടുവ ആന എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കൊള്ളാം കേട്ടോ. എല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട്, ആനേരെയും കടുവേരെയും. അത് ബൈക്കിന്റെ കാറിന്റെ ഫോട്ടോ. 30 കിലോമീറ്റർ സ്പീഡിൽ പോവാൻ, സ്പീഡ് ലിമിറ്റ് 30. പക്ഷെ മഴ സമയത്ത് ഇവിടെ ഭയങ്കര രസമായിരിക്കും. പല വെള്ളച്ചാട്ടങ്ങളും ഡ്രൈ ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വേനലല്ലേ. അപ്പോഴേ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു വെള്ളം ഒന്നും കൊണ്ടുപോയിക്കൂടാ, വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചു പോകുമ്പോ എടുക്കാൻ. അപ്പം അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഈ ഇതോ കാട്ടുപോത്ത് ഇങ്ങനെ കണ്ടോ ഒറിജിനലാ. അപ്പോഴ് അവരുടെ ഞാൻ ചോദിച്ചു മോളുണ്ട്, വെള്ളം ഒരു ബോട്ടിലെങ്കിലും കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മോളില് ക്യാൻറ്റീൻ ഉണ്ടെന്ന്. സ്റ്റോപ്പ് റൈറ്റിലോട്ടാണ് റോഡ്. റൈറ്റില് വഴിയുണ്ടായിരുന്നു. കാട്ടിനകത്തോട്ടുള്ള വഴിയായിരിക്കും. വഴി വീണ്ടും ചെറുതായി അല്ലേ. ആർമിയുടെ ഓഫീസാണ്. ആർമി അല്ല, ഫോറസ്റ്റിന്റെ ഓഫീസായിരിക്കും. ഡിസൈൻ കണ്ടിട്ടാണോ ചോദിച്ചത്? അവരുടെ എന്തെങ്കിലും ഓഫീസായിരിക്കും. അവിടെ ഫീൽഡിലാണെങ്കിൽ പറഞ്ഞ ബസ് വരട്ടെ. ബസ് എവിടെ പോയതാ? ബസ് കാട്ടി പോയത് അല്ല, ടൂറിസ്റ്റിന്റെ ആയിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പം അകത്തോട്ട് സെറ്റിൽമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോന്ന് പറയാം. ബസ് ഒരെണ്ണം കൂടെ വരണുണ്ടെന്ന് കണ്ട. ഇതിനിടയിൽ ആന നിന്നാ നമ്മൾ അറിയൂലല്ലേ. കണ്ടാ റൈറ്റ് സൈഡ് നോക്ക്, ഇതിന്റെ ഇടയിൽ ആന നിന്നാ അറിയോ? റൈറ്റ് സൈഡ് നോക്ക്, റൈറ്റ് സൈഡ്. ടയർ പോവാനുള്ള വീതിക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൾക്കാരുണ്ടല്ലോ ഇവിടെ അകത്ത് വന്നപ്പം അതിവിശാലമായ ഷോറൂം അല്ലേ. ഞാൻ വിചാരിച്ചു നമ്മള് മാത്രമേ കാണൂ. കേരള വണ്ടികൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ഭയങ്കര ശോഭമാണ് ഇവിടെ. ഇവരുടെ കോർഡിനേഷൻ ഭയങ്കര മോശം. ആളുകൾ കൊണ്ട് നാട് റോഡിലെല്ലാം വണ്ടി ഇട്ടിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലോട്ട് പോവാം. തലയണൈ വാട്ടർഫോൾസ്. വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കാണാം. ഒരു തവള ആമയുണ്ട്, കണ്ടുപിടി. ഈ കാണുന്നതാണ് തലയണൈ വാട്ടർഫോൾസ്. അത്യാവശ്യം വെള്ളമുണ്ട്, ആളുകൾ ഒത്തിരി പേര് ഇറങ്ങി നിൽക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വാട്ടർഫോൾസ്. അവിടെ ഒത്തിരി പേര് കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ വീഡിയോസ് അധികം എടുക്കുന്നില്ല. പക്ഷേ ഇത് നല്ല നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. നല്ല നല്ല കാമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാനുള്ളൊരു തടി വെച്ചുള്ളൊരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിപ്പം കണ്ടീഷൻ മോശമാണ്, എല്ലാം പൊളിഞ്ഞു കിടക്കുവാണ്. അമ്മ എന്താ പരിപാടി? ഇല എടുത്താ എന്നിട്ട് ചറക്കരുത് സൂക്ഷിച്ച് നിൽക്കണം കേട്ടാ. അമ്മ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ. ഞങ്ങൾ രണ്ടെണ്ണോടെ കരയ്ക്ക് നിൽപ്പുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നല്ല തണുപ്പുണ്ട്. നമ്മൾ കേരളത്തിനകത്ത് നമുക്ക് ഈ വാഴ്വാന്തോളൊക്കെ പോകുന്ന ആ ഒരു ഫീലുള്ള സ്ഥലം തന്നെയാണ്. കുറച്ച് മുകളിലോട്ട് വന്നു ഞങ്ങൾ, അതുകൊണ്ട് തന്നെ തിരക്ക് ഇവിടെ കുറച്ച് കുറവ്. അപ്പം ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മുകളിൽ കയറിയിട്ട് കാണാം. കാലിൽ മീൻ കൊത്തുന്നുണ്ട് കേട്ടാ. മീൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊത്തുന്നുണ്ട് കാലിൽ. നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി ഇനി തിരിച്ച് നമുക്ക് നടന്ന് പോകണം അല്ലേ. കുറച്ച് ദൂരം കുഞ്ഞു ട്രക്കിംഗ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കാട്ടിനകത്ത്. ഇതാണ്ട ഈ വഴി കണ്ടോ, നമ്മൾ ബാക്കി കാണുന്നതാണ് നമ്മൾ നടന്ന് വരുന്ന വഴി. ഈ ഫ്രണ്ടിലോട്ടുള്ള വഴി വേണ്ട, ഇതാണ്. ഈ വഴി കൂടെയാണ് നമുക്ക് നടന്നു പോകണം. ഈ പാറയുടെ ഇടയിൽ, പാറയും വേരിൻ്റെ എല്ലാം ഇടയിൽ കൂടെയാണ് നമുക്ക് നടന്നു പോകാനുള്ളത്. നല്ല തണലുള്ള സ്ഥലത്ത് നിന്ന് സുഖം പിടിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വീണ്ടും പൊരി വെയിലത്തെത്തി. അപ്പോൾ ഇനി നേരെ വണ്ടിയിലോട്ട് പോയിട്ട് ബാക്കി കാണാം. അമ്മ കുടയും കറക്കി നടക്കുകയാണ്, കാണിച്ചു തരാം. വേണ്ട, വെയിലത്ത് കുടയും കറക്കി നിൽപ്പുണ്ട്. അമ്മ പോട്ടെ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. കുട്ടികളെയും കൊണ്ട് സൈഡിൽ ഇരുത്തിയിട്ട് രക്ഷകർത്താവ് അമ്മമാരും അച്ഛന്മാരുമാണ് ഇതിന് കയറി ആടുന്നതും എല്ലാ പരിപാടികളിലും ഏർപ്പെട്ടിരിക്കുന്നത്. നാച്ചുറൽ ഊഞ്ഞാലല്ലേ അമ്മു?
നമ്മളെ പാർക്കിങ്ങിൻ്റെ സൈഡിലുള്ള ഒരു മരത്തിൻ്റെ വള്ളിയാണത്. ഇവിടെ കുരങ്ങിൻ്റെ ശല്യം നല്ലപോലെ ഉണ്ട്. ഇപ്പോൾ തലയണ വാട്ടർഫാൾസിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ആ കാട്ടിനകത്തൂടെ ഉള്ള റോഡ് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് താഴെ പോയിട്ട് നമുക്കവിടെ നമ്മളാ കുറച്ച് അമ്മുവിൻ്റെ ചോക്ലേറ്റ്സും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, അതെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നേരെ വീട്ടിലോട്ടാണ്. ഇപ്പോൾ സമയം 1:30 മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക്. ഇനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ അടുത്ത പരിപാടി, വേറൊന്നുമില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ പരമാവധി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ബൈ.